നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ആദ്യ സ്ഥാനചലനം ഉണ്ടായിരിക്കുകയാണ്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് രാജിവെക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു. രാജി സ്ഥിരീകരിച്ച സിദ്ദിഖ് തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന് ഇമെയിൽ വഴി രാജിക്കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത്. സിദ്ദിഖിനെതിരെ കഴിഞ്ഞ ദിവസം യുവനടി രേവതി ഒരു പീഡന ആരോപണം പുറത്തു കൊണ്ടുവരുന്നു. ഗുരുതരമായ പീഡന ആരോപണം തന്നെയാണ്. തന്റെ മേൽ ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ തനിക്ക് ഈ ഒരു പ്രധാന സ്ഥാനത്തിന് ഇരിക്കാനുള്ള തുടരാനുള്ള അർഹതയില്ല എന്ന കൃത്യമായ ബോധ്യം വന്നതിന് പിന്നാലെയാണ് ഞാൻ ഈ രാജി വെക്കുന്നത്. ഔദ്യോഗികമായി മാത്രം ഈ രാജി ഞാനിപ്പോൾ സ്ഥിരീകരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആരോപണങ്ങൾക്കെതിരെ കൃത്യമായ പ്രതികരണം ഇപ്പോൾ നൽകുന്നില്ല. അത് ഞാൻ പിന്നീട് മാധ്യമങ്ങളോട് കൃത്യമായി പറയുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള മറ്റു നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ അമ്മ എന്ന സംഘടനയുടെ തലപ്പത്ത് നിന്നും രാജിവെക്കുന്നത് എന്നുള്ള വാർത്തയാണ് സ്ഥിരീകരിക്കുന്നത്. സിദ്ദിഖ് അല്പസമയം മുൻപാണ് ഈ വാർത്ത വന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് രേവതി ഈ ഒരു തനിക്കുണ്ടായ വളരെ മോശം അനുഭവം മാധ്യമങ്ങൾക്ക് മുന്നേ തുറന്നു പറഞ്ഞത്. തനിക്കുണ്ടായ കൃത്യമായ കാര്യങ്ങൾ ഒരു മറയും കൂടാതെ അവർ പറയുകയായിരുന്നു. കാരണം ഈ തനിക്കുണ്ടായത് വളരെ മോശം അനുഭവമാണ്. +2 കാലഘട്ടത്തിൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് താൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഇത്തരമൊരു അനുഭവം തനിക്ക് ഉണ്ടാകുന്നത് എന്ന് പറയുകയാണ്. ആ ആളാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ പത്രസമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അത്രയും ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്തത്. അല്ലെങ്കിൽ ഇയാൾ ഒരു ക്രിമിനൽ തന്നെയാണ് എന്നും അദ്ദേഹം ഈ രേവതി പറഞ്ഞിരുന്നു. ഒരു സിനിമാ പ്രൊജക്ട് ഉണ്ടെന്നും സംസാരിക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സിദ്ദിഖ് അങ്ങനെയെങ്കിൽ ക്രിമിനൽ അല്ലേ എന്നും ചോദിക്കുന്നു. നിയമ നടപടി എന്നല്ലേ, ഇനിയൊന്നുമില്ല, അത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചുവെന്നും പീഡന അനുഭവം തുറന്നു പറഞ്ഞതിന്റെ സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയെന്നും തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും ഇതിന്റെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി പറയുന്നു. ഇതേ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. ഇതാദ്യമായല്ല, ഇതിനു മുൻപും ഇത്തരത്തിൽ സിദ്ദിഖ് തന്നെ തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് നടി ആരോപിച്ചിരുന്നു. എന്തായാലും ആദ്യ സ്ഥാനചലനം ഉണ്ടാകുന്നു. സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്.